ഓ മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടോ? മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ. കൺഗ്രാറ്റുലേഷൻസ്. നമസ്കാരം. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സ്റ്റെഫി എന്ന് പറയുന്ന അനുരാഗിന്റെ ക്ലയന്റിന് NSW ഓസ്ട്രേലിയയിൽ സിഡ്നി ഒക്കെ ഉൾപ്പെടുന്ന NSWയിലോട്ട് വിസ ഗ്രാൻഡ് ആയിരിക്കുകയാണ്. നേഴ്സാണ് സ്റ്റെഫി. അപ്പോൾ സ്റ്റെഫിയുടെ ഒരു ജേർണി, ഫ്ലൈ വേൾഡിൻ്റെ ഒപ്പമുള്ള സ്റ്റെഫിയുടെ ഒരു ജേർണി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നുള്ളത്. നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റെഫീനെ തന്നെ വിളിച്ചു നോക്കാം. എന്താണ് സ്റ്റെഫിയുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന്. അനുരാഗിന്റെ ക്ലയന്റ് ആണ്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് എന്താണ് സ്റ്റെഫിക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ സ്റ്റെഫിനെ വിളിക്കാൻ പോവാണ്. ഓൾറെഡി ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റെഫിനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഹായ് സ്റ്റെഫി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഡാനിയലാണ്, ഫ്ലൈ വേൾഡിൽ നിന്നാണ് വിളിക്കുന്നത്. സ്റ്റെഫിയുടെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്? അതെ. അപ്പൊ അതില് ആരായിരുന്നു കൺസൾട്ടന്റ് ഉണ്ടായിരുന്നത്? അനുരാഗ് എന്ന് പറഞ്ഞ ഒരാളാണോ? ഓർമ്മയുണ്ടോ ആരാ ഫയൽ എടുത്തത് ആദ്യം? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അന്ന് സ്റ്റെഫി ജോയിൻ ചെയ്യുന്ന സമയത്ത് ലോയർ സ്ലോട്ടിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്ലോട്ട് അവൈലബിൾ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു അനുരാഗ് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടന്റ് ആണ് നിങ്ങൾക്ക് ലോയറിന്റെ സ്ലോട്ട് എടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ എന്റെ ഒപ്പം അനുരാഗ് ഉണ്ട്. അപ്പൊ ഞാൻ അനുരാഗിന്റെ അടുത്തൊന്ന് കൊടുക്കാം നിങ്ങളുടെ ഫയലിന്റെ ഒരു കേസ് പറയാൻ വേണ്ടിട്ടേ. ഹലോ ഹലോ, സ്റ്റെഫി അനുരാഗ് ആണ്, ഫ്ലൈ വേൾഡ്. നമ്മുടെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ വിസ. ഓ മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചാനലിൽ കൊടുക്കാം. ഓക്കെ സ്റ്റെഫി, എന്താണ് സ്റ്റെഫിയുടെ അടുത്ത് എന്താ മറുപടി വരണെന്ന് കാത്തിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുഴപ്പമില്ല. എന്തായാലും ന്യൂസ് കേട്ടപ്പോ ഹാപ്പി ആയില്ലേ? NSWയിലോട്ടാണ് നമുക്ക് വിസ ഗ്രാൻഡ് ആയിരിക്കുന്നത് കേട്ടോ. 491 വിസയാണ് NSWയിലോട്ടാണ് ഗ്രാൻഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ഓൺലൈൻ ചാനലിൽ വിസ കിട്ടിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്റ്റെഫിക്ക് എന്താണ് സോറി അബൌട്ട് ഇറ്റ്. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റെഫിക്ക് വിസ കിട്ടിയ കാര്യത്തിൽ. അത് ഞാൻ അനുരാഗിന്റെ അന്ന് ഹിസ്റ്ററി ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലോയർ സ്ലോട്ടിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അനുരാഗ് എവിടെ നിന്നൊക്കെയോ ഒരു സ്ലോട്ടൊക്കെ ഒപ്പിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ ഇതിനകത്ത് കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അനുരാഗിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ആരാന്ന് ചോദിച്ചത്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിലവന് സങ്കടമുണ്ട്. എന്നിരുന്നാലും ഓക്കെ, മനസ്സിലായി. നോ പ്രോബ്ലം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ വിസ സ്റ്റെഫിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഈ നേഴ്സസിനോട് എന്താണ് സ്റ്റെഫിക്ക് ഫ്ലൈ വേൾഡിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ഒരു 2 വാക്ക് പറയാമോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം പെട്ടെന്നായിരുന്നു ഇത് സബ്മിറ്റ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇൻവിറ്റേഷൻ വന്നായിരുന്നു എനിക്ക് ഇതിന്റെ. അതെ, നവംബറിൽ നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അതെ, ജസ്റ്റ് ഇൻവിറ്റേഷൻ അല്ല, മറ്റേ പ്രീ ഇൻവിറ്റേഷൻ എനിക്ക് 1 വീക്കിനുള്ളിൽ തന്നെ കിട്ടിയായിരുന്നു. അതെ. പിന്നെ നമ്മൾ ജനുവരിയിലാണ് വിസ സബ്മിറ്റ് ചെയ്തത്. നമുക്ക് മാർച്ച് ആയപ്പോഴത്തേക്കും നമുക്ക് വിസയും കിട്ടി. അതെ, ഇൻവിറ്റേഷന്റെ നോമിനേഷൻ അപ്രൂവ് ആകാൻ കുറച്ച് സമയം പിടിച്ചു. കാരണം അത് എൻഡ് ഓഫ് ദ ഇതായിരുന്നു, ഫിനാൻഷ്യൽ ഇയർ ആയിട്ട്. അതുകൊണ്ടായിരുന്നു. എന്താണെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി സമയം എടുത്തിട്ടില്ലല്ലോ. ഇല്ല, ഫാസ്റ്റർ ആയിരുന്നു. അപ്പൊ എന്താണ് ഫ്ലൈ വേൾഡിന്റെ ഭാഗത്ത് നിന്ന് ലോയേഴ്സിന്റെ സപ്പോർട്ടും പിന്നെ നമ്മുടെ അനുരാഗിന്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ശ്രീ പാർവതി എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരുന്നു ഇതിന്റെ നോമിനേഷന്റെ കാര്യങ്ങളും. അനുരാഗാണെങ്കിൽ പോലും എനിക്ക് എന്റെ ഓർമ്മയില് പെട്ടെന്ന് എനിക്ക് സ്ലോട്ടൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത്. അനുരാഗിന് ഓർമ്മയില്ല, എന്നാലും അനുരാഗിന്റെ കൂടെ ഉള്ളതുകൊണ്ട് അനുരാഗിനെ കുറിച്ച് 2 വാക്ക് പറയാണല്ലേ? ഇല്ല, എനിക്ക് പേര് കേട്ടപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് നോ പ്രോബ്ലം. അപ്പോ ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേഴ്സസിന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്
ഫ്ലൈ വേൾഡ് തന്നെ റെക്കമെൻഡ് ചെയ്യോ അതോ ചെയ്യും 100% സാറ്റിസ്ഫൈഡ് ആണോ ഞങ്ങളുടെ സർവീസസിൽ? ഞാൻ റെക്കമെൻഡ് ചെയ്തായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താ പറയാ, എപ്പോഴെങ്കിലും ഒരു മൊമെന്റില് ഫ്ലൈ വേൾഡിൽ ജോയിൻ ചെയ്യണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലും ചെയ്യായിരുന്നു കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വേറെ എന്റെ കൂടെയുള്ള കൊളീഗ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്കൊന്നും ഇൻവിറ്റേഷൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് വന്നായിരുന്നു. ഞാനൊരു സ്പെഷ്യാലിറ്റി അല്ല, മീൻസ് ICU നഴ്സ് അങ്ങനൊന്നും അല്ല, എന്നാലും പോലും എനിക്ക് കിട്ടിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. സ്റ്റെഫിക്കും കുടുംബത്തിനും ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് നല്ലൊരു ജീവിതം ഞങ്ങൾ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. അനുരാഗ് എന്താ പറയാ? ഓൾ ദ ബെസ്റ്റ് സ്റ്റെഫി. എന്നാ പോവാനായിട്ട് പ്ലാൻ ചെയ്യണേ? അതിപ്പോ നമുക്ക് ജോബ് സെർച്ച് ചെയ്തിട്ട് ജോബ് ജസ്റ്റ് ഒന്ന് സെക്യൂർ ആക്കിയിട്ട് പോകാനായിട്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം. എന്താണെങ്കിലും 1 ഇയർ ടൈം ഉണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തിട്ട് പോകാനായിട്ട് 1 ഇയർ ടൈം ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ലോയേഴ്സ് വിളിച്ച് പറയും, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. സോ വി ആർ സോ എക്സൈറ്റഡ് അബൌട്ട് യു, സോ ഹാപ്പി അബൌട്ട് യു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് ഫ്ലൈ വേൾഡ് കേട്ടോ. താങ്ക് യു. ബൈ ബൈ. ബൈ. ഇപ്പൊ നിങ്ങൾ കേട്ടത് സ്റ്റെഫിയുടെ കഥയാണ്. ഇതേപോലെ നമ്മുടെ അടുത്ത് ലോയർ സ്ലോട്ടൊന്നും അവൈലബിലിറ്റി ഇല്ലാത്തൊരു സമയത്ത് അനുരാഗ് എവിടെ നിന്നൊക്കെ ഒരു ലോയറിന്റെ സ്ലോട്ടൊക്കെ ഒപ്പിച്ചു കൊടുത്ത് സ്റ്റെഫി നമ്മളോട് സൈനപ്പ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ സ്റ്റെഫിക്ക് ഓസ്ട്രേലിയയിൽ എത്താനുള്ള വിസ ഒക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ നിങ്ങളൊരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ഫ്ലൈ വേൾഡ് മൈഗ്രേഷൻ ലീഗൽ സർവീസസ്. ആൻഡ് വി വിൽ ബി വിത്ത് യു ടിൽ യു ഗെറ്റ് ദ പെർമനന്റ് റെസിഡൻസി.